എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പുതിയ റെസിപ്പിയാണ്. കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി. ഇനി നമുക്കിത് തയ്യാറാക്കാൻ എന്തൊക്കെ വേണമെന്ന് നോക്കാം. ബ്രെഡ് വേണം. 3 ബ്രെഡാണ് എടുത്തത്. ഇനി വേണ്ടത് പനീർ, കൂണ്, ക്യാരറ്റ്, സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഇനി നമുക്കൊരു പാൻ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് വെണ്ണ ഇട്ട് കൊടുക്കാം. വെണ്ണ നന്നായിട്ട് മെൽറ്റായി. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബ്രെഡെല്ലാം ഇട്ട് കൊടുത്തു. ഇനി നമുക്കിത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് ഫ്രൈ ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് മറ്റൊരു പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് പനീർ ഇട്ട് കൊടുക്കാം. പനീർ ഫ്രൈ ചെയ്തത് ഒന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. സവാള, ക്യാരറ്റ്, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. ഇനി നമുക്ക് പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ചൂടായി കഴിഞ്ഞു. ഇനി നമുക്ക് അതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി ചേർത്ത് കൊടുത്തു. അതിനുശേഷം പച്ചമുളക് ചേർത്തു. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ അതിലേക്ക് സവാള അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം. സവാളയെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ക്യാരറ്റ് ചേർത്ത് കഴിഞ്ഞു. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കഴിഞ്ഞു. ഇനി നമുക്കെല്ലാം കൂടി ഒന്നും കൂടി വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കൂണ് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു. കുരുമുളക് പൊടിയും ചാറ്റ് മസാലയും ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം.
എന്നിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അതൊന്ന് പാകമായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി അതിൻ്റെ ഉള്ളിലെ പൾപ്പൊക്കെ എടുത്തതിന് ശേഷമാണ് ചേർത്തത്. അതിൻ്റെ മുകളിലായിട്ട് മല്ലിയില ചേർത്ത് കൊടുക്കാം. നമുക്ക് പനീർ ഫ്രൈ ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നമുക്ക് ബ്രെഡ് ഫ്രൈ ചെയ്ത് വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കണം. നമുക്ക് ഒന്നുകൂടി അടച്ച് വെക്കാം. നമുക്ക് വേണ്ടത് 4 മുട്ടയാണ്. 4 മുട്ടയും പൊട്ടിച്ചെടുത്തു. നമുക്കിതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു. നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മൈദ പൊടിയാണ് ചേർത്ത് കൊടുത്തത്. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മിക്സ് ചെയ്ത് വെച്ച കൂട്ട് ബ്രെഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് പരത്തി ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്കിത് ചെറുതീയിൽ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നമുക്കിതിൻ്റെ മുകളിലായിട്ട് റെഡ് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ചീസ് ഗ്രേറ്റ് ചെയ്തത് മുകളിലായിട്ട് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് പാകമായി വരുമ്പോഴാണ് ഇതിൻ്റെ മുകളിലായിട്ട് ചീസ് ഇട്ട് കൊടുക്കേണ്ടത്. ചീസ് ഇട്ട് കൊടുത്തതിന് ശേഷം ടൊമാറ്റോ സോസ് ഇതിൻ്റെ മുകളിലായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രെഡ് മുട്ട കൊണ്ടുള്ള രുചിയേറിയ സ്നാക്സ് തയ്യാറായി കഴിഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. പുതിയൊരു റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.